ഞാനാണായിട്ട് തന്നെ ഞാൻ പറയുകയാണ്. കാര്യം നാളെ എനിക്ക് അതുപോലെ സംഭവിക്കുമ്പോൾ എനിക്കൊരാളുണ്ടാവണം, എവിടുന്നെങ്കിലും ഒരാൾ വരും എനിക്ക്. ആദ്യം സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ടാക്കുക, പറയാനുള്ളത് സ്വന്തമായിട്ട് അയാൾ പറയട്ടെ കേട്ടോ. പക്ഷെ നമ്മൾ അത്രയും സഹിച്ചു നിൽക്കുമ്പോൾ വീണ്ടും ഈ മനുഷ്യനെ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ അതിന് ആരായാലും ഞാൻ പ്രതികരിക്കും. ഞാനൊക്കെ അതുപോലെ സാഹചര്യത്തിൽ കടന്നുപോയത് സത്യം പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കീന്ന്. അത്രയും നല്ലൊരു അവതാരകനായിട്ടുള്ള ആളുകളായിട്ട് മിങ്കിൾ ചെയ്ത ഒരാൾക്ക് ഇപ്പൊ സംസാരിക്കാൻ എന്താ ബുദ്ധിമുട്ട്, എന്താണ് ക്ലാരിറ്റി കുറവ്, എന്താണ്? അതാ പറഞ്ഞ അവരെ പോലെ അല്ല മറ്റുള്ളവർ അവരെ പോലെ അല്ല മഞ്ജു വാര്യർന്ന് പറഞ്ഞതാണ്. പേര നിറച്ച് കത്തുകൾ കൂട്ടിയിട്ടിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ ലാസ്റ്റ് അത് ഒഴിവാക്കി കളയുകയായിരുന്നു. പെണ്ണുങ്ങൾക്കിടെ ഇതുപോലത്തെ വൃത്തികേട് കാണിക്കുന്നവരെ കണ്ടെത്തേണ്ട പെണ്ണുങ്ങളാ. അങ്ങനെ ആണുങ്ങൾ കുറേ സഹിച്ചില്ല, ഇനി പെണ്ണുങ്ങൾ അതുപോലെ തന്നെ അവർ ഓടട്ടെ. ഞാൻ പറയുന്നത് നല്ല ബോധ്യം ഉണ്ടായിട്ടാണ് ഞാൻ പറയുന്നത്, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. ഇപ്പൊ പ്രതികരിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി പറയാനില്ല എന്നൊന്നും പറയുന്നത് ഒരു ന്യായമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ആ രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ അപ്പം പ്രതികരിക്കാൻ അറിയില്ലേ? അതല്ലെങ്കിൽ വെറുതെ ഒരാൾ ഏത് സിറ്റുവേഷനിൽ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ എന്തിനാ അനാവശ്യമായിട്ട് തെറി പറയാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ അയച്ചു. ചിലപ്പോൾ കാശിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയിട്ട് വരെ ലോക്കാക്കാൻ തയ്യാറുള്ള സ്ത്രീകളുണ്ട്. അപ്പം നമ്മൾ പേടിച്ചേ പറ്റൂ. ഞാനത് ക്യാമറ നോക്കിയിട്ട് പറയുകയാണ്, ആണുങ്ങളെ വിശ്വസിക്കാൻ, പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പുരുഷന്മാർ ഈ നാട്ടിൽ സേഫ് ആണോ എന്നുള്ളത്. അതിനെപ്പറ്റിയുള്ള ചർച്ച ഏറ്റവും അനിവാര്യമായിട്ടുള്ള സമയത്താണ്. എൻ്റെ കൂടെ 2 അതിഥികളുണ്ട്. കുട്ടിക്കൽ ജയചന്ദ്രൻ, ഭാര്യ. രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും സമത്വത്തിന് വേണ്ടിയിട്ടും സംസാരിക്കുന്ന കാലഘട്ടത്തിൽ വീണ്ടും പുരുഷന്മാർ സേഫ് ആണോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? ഇതൊരു വലിയൊരു വിരോധാഭാസമാണ്. പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന അയ്യോ ഈ നാട്ടിൽ സ്ത്രീ സുരക്ഷിതയാണോ ആണോ എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും അത് നേരെ തിരിഞ്ഞു വരുന്ന അവസ്ഥയിലാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു മരണം എന്നുള്ളത്. അത് കാലിക്കറ്റ് വൈഫിന്റെ വീടിനടുത്തുള്ള ആളാണ്. ആണോ? നിങ്ങൾ അറിയുന്ന ആൾക്കാരാണോ? ബ്രദറിനൊക്കെ അറിയാം, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഒരാളാണെന്നാണ് അറിഞ്ഞത്. അപ്പം എന്തായാലും ഒരാള് എന്തെങ്കിലും അസുഖം വന്നിട്ട് മരിച്ചതാണെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിച്ച് സമാധാനിക്കും. ഇത് ഒരു സ്ത്രീയുടെ ഒരു രോഗത്തിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? ഇപ്പം കുറച്ച് മുന്നേ ആണെങ്കിലും വേറെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെൻസ് കമ്മീഷൻ വരണം എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ വീട്ടിൽ നമുക്ക് അച്ഛനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ ഒരു പ്രശ്നം വരുമ്പോഴാണ് കറക്റ്റ് നമുക്ക് അതിനെ പറ്റി അറിയാം. വേറൊരാൾക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്രയല്ല, നമ്മുടെ വീട്ടിൽ വരണം. അപ്പൊ ആ അച്ഛൻ്റെ അമ്മയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. തീർച്ചയായിട്ടും അവരുടെ മീഡിയക്ക് മുന്നിലൊക്കെ അവർ വരുന്ന ഒരു അവസ്ഥ നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ അയാൾക്ക് ആ ഒരു സംഭവം താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. മൊത്തം ഞങ്ങളവിടെ പറയും മൊത്തം നാറിപ്പോയല്ലോ. കുറെ പേരെങ്കിലും ഉണ്ടാവുമല്ലോ ഇത് കേട്ട് വിശ്വസിക്കുന്നത് അങ്ങനെ ഇയാൾ ചെയ്തതായിരിക്കും. അപ്പം ഞാനിപ്പോൾ ജയൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു, അയാൾ അച്ഛനും അമ്മയും ഓർത്തിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടിയില്ലായിരുന്നു ചേട്ടാ? അപ്പൊ പറയണ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴല്ലേ, ഓരോ സാഹചര്യങ്ങളായിരുന്നു. നമുക്കിപ്പോ ഞാനൊക്കെ അതുപോലെ സാഹചര്യത്തിൽ കടന്നുപോയത് സത്യം പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കീന്ന് മോഹൻലാൽ പറയുന്നത് പോലെ ആത്മഹത്യയുടെയും കൊലപാതകത്തിന്റെയും ബോർഡറിലാണ് ഞാൻ എന്ന് പറയുന്നത് പോലത്തെ സെയിം. അയാളൊക്കെ ആ ലാലേട്ടനൊക്കെ ആ ഡയലോഗ് പറയാൻ എഴുതുന്നത് അവരെ അനുഭവം കൊണ്ടാണ്. ഞാനത് അനുഭവിച്ചു. സത്യം പറയാ, ആത്മഹത്യയുടെയും കൊലപാതകത്തിന്റെയും വക്കില് ആരെ കൊല്ലണം അതോ ഞാൻ ചാകണോ എന്നുള്ളത് അത് തരണം ചെയ്യാൻ വലിയ പാടാ. ഒന്നെങ്കിൽ ചിലര് പോയി കൊല്ലും, ക്രിമിനലാകും, അല്ലെ മറ്റേ ഇപ്പുറത്തെ ഈ പറഞ്ഞ പോലെ സ്വയം മരിക്കും. അത് രണ്ടും അല്ലാതെ പഴയ പോലെ പോകാൻ വലിയ പാടാ. അതെന്തോ തമ്പുരാൻ ഒരു ഗുരുത്വം തന്നുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്. അപ്പൊ അതാ പറഞ്ഞപ്പോ ഈ പറഞ്ഞ ആൾക്ക് അതിന് പറ്റിയിട്ടുണ്ടാവില്ല. കാര്യം അയാൾ നോക്കുമ്പോൾ അയ്യോ അതും ഇതുപോലത്തെ ഒരു കാര്യമാണ്, പെട്ടെന്ന് അയ്യോ നാണക്കേടാവും, അവിടെ നാണക്കേടാ, ഞാൻ നാറിയല്ലോ, അതിന്നങ്ങാണ് അങ്ങനെ സംഭവിച്ചതായിരിക്കും അത്. ചേട്ടാ, കേസിന്റെ ഡീറ്റെയിൽ നമുക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയാം, 2024 ചേട്ടന്റെ പേരിൽ വന്ന ഒരു അലിഗേഷൻ അതിപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എന്താണ് അവസ്ഥ? അതിപ്പോഴും അതിന്റെ പ്രൊസീജിയർ കോടതിയിൽ പരിഗണനയിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എപ്പോഴും. നമ്മൾ ആ ഒരു
ചിന്ത വരുമല്ലോ, നമ്മള് സ്വപ്നത്തെ പോലും വിചാരിക്കാത്തൊരു കാര്യം വരുന്ന സമയത്ത് ചേട്ടനായതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചു, ഒരുപാട് സഹിക്കുകയും ചെയ്തു. വേറെ നിവൃത്തിയില്ല, ഫേസ് ചെയ്യല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഈ ഫാമിലിനെ നേരത്തെ അറിയാവുന്നതായിരുന്നോ? അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒന്നും ഇപ്പൊ കോടതി അങ്ങനെ സംഭവം ഉള്ളത് കൊണ്ട് നമുക്കിപ്പോ നമുക്ക് എന്താ പറയാ, കോടതിയിൽ നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് നീതി കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ചേട്ടൻ ജയിലിലൊന്നും പോവാതെ നിന്നത്. നമ്മുടെ അതെല്ലാം ചർച്ച ചെയ്യും. കാര്യം ഞങ്ങളുടെ കഥ തന്നെ ഇവിടുത്തെ ഏറ്റവും സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അത് അതിന്റെ ഒരു സാഹചര്യത്തിൽ പറയാം. ഇപ്പം വെറുതെ നമ്മൾ പറഞ്ഞിട്ടും പ്രയോജനമൊന്നുമില്ല, വെറുതെ എന്തെങ്കിലും ഇതിൽ പോകാന്നുള്ള. അതുകൊണ്ടാണ്. അല്ലാതെ പലപ്പോഴും ഞാൻ കണ്ട കമന്റുകളിൽ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എന്നുള്ളൊരു കമന്റ്സ് ഞാൻ കണ്ടു. ഞാൻ ജഗതി വേഴ്സസ് ജഗതി പോലുള്ള ഷോസ് കണ്ടു വളർന്ന ഒരു കുട്ടിയാണ്. ഭയങ്കര നല്ല അവതാരക തന്നെയായിരുന്നു. ഇപ്പോഴും അതുകൊണ്ടാണ് കുട്ടികൾ ജയചന്ദ്രൻ എന്നൊരു വ്യക്തിയുടെ ഒരു സ്ഥാനം ആളുകളുടെ ഇടയിൽ വലുത് തന്നെയാണ്. അത്രയും നല്ലൊരു അവതാരകനായിട്ടുള്ള ആളുകളായിട്ട് മിങ്കിൾ ചെയ്ത ഒരാൾക്ക് ഇപ്പൊ സംസാരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? എന്താണ് ക്ലാരിറ്റി കുറവ്? എന്താണ്? ക്ലാരിറ്റി കുറവല്ല ഇത്. ഞാൻ പറയാം, ക്ലാരിറ്റിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പണിയാവും. കാരണം ചില പണ്ടത്തെ കാലത്ത് നമുക്കത് പേടിയുണ്ട്. പോസ്റ്റിന്റെ ഡീറ്റെയിലിങ്ങിലായിരിക്കും അതില് സംഭവിച്ച ഒരു പല അത് സംഭവിച്ചൊരു എന്താ പറയുക, ഒരു ഭാഷ സംബന്ധമായ കാര്യം. അതാണ് ഓരോ കാലഘട്ടത്തിന്റെ മാറ്റം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ സൂര്യ ടിവിയിലെ ഷോയിൽ സാധാരണക്കാരോട് സംസാരിച്ച് തുടങ്ങിയ ആളാണ്. അല്ല പ്രേക്ഷകരിൽ നിന്നും ദൂരെ നിൽക്കുന്ന സെലിബ്രിറ്റി ഒന്നുമല്ല. അവരിൽ ഒരാൾ അവരുടെ അന്നത്തെ കാലത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ആ ഒരു ശേഷി, അതായത് നിങ്ങളുടെ തൊട്ടുമുമ്പ് അച്ഛനും അച്ഛൻ്റെ അച്ഛൻ ആ ഒരു അവർക്കറിയാമായിരുന്നു. നമ്മളൊരു തമാശ പറഞ്ഞാൽ അത് തമാശാണ്. എന്റെ ചേട്ടന്മാര് കാണുമ്പോ കൂടെ ഇരുന്ന് കണ്ട ആളാണ്. ഇന്നിപ്പോ ഒരു തമാശ പറയുമ്പോ അതൊന്ന് 100 വട്ടം ഇതില് രാഷ്ട്രീയമുണ്ടോ, ഇതില് ഏതെങ്കിലും ജാതിയുടെ പറയുന്നുണ്ടോ, മതത്തിന്റെ പറയുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് തമാശ പറയാൻ പറ്റും. അതുകൊണ്ടാണ് തമാശ ഇല്ലാത്തത് എന്ന് പറയുന്ന പോലെ കാര്യം. ഇതിലിപ്പോ ഞാൻ എൻ്റെ പോസ്റ്റിനെ സംബന്ധിച്ച് ചോദിക്കുന്ന അതില് സാധാരണ സ്ത്രീകള് ഈ മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. ഈ പിന്നെ നിങ്ങൾക്കും അറിയായിരിക്കും, ഓരോരുത്തരും ഇപ്പൊ നിങ്ങൾ ഇത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, അത് പല പ്രശ്നങ്ങളെയും തരണം ചെയ്തിട്ടായിരിക്കും. ശാരീരികമായിട്ടും പല ഓരോരുത്തരും പോകുമ്പോഴത്തേക്കിന് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ സഹിച്ചല്ലേ പോവുക. അപ്പൊ അത് ഇന്ന് എനിക്കിതാ എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റേ വയസ്സായി ഇനി ജീവിതം പോയി, ഇരിയാൻ്റെ വീട് എൻ്റെ ജീവിതം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ എന്തിനാണ് ജീവിതം കളയുന്നത്? അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ബ്രാക്കറ്റ് എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ബ്രാക്കറ്റ് ഉണ്ടോന്നറിയില്ല, നമുക്കറിയത്തില്ല. അത് ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു അപവാദമാണ് മഞ്ജു വാര്യർ. കാര്യം അതാ പറഞ്ഞ അവരെ പോലെ അല്ല, അവരെ പോലെ അല്ല മഞ്ജു വാര്യർ എന്ന് പറഞ്ഞതാണ്. അപ്പൊ അത് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും മഞ്ജു വാര്യരെ പോലെ ആകണം എന്നൊക്കെയാ ഉദ്ദേശിച്ചത്. എഴുതേണ്ടിയിരുന്നത് എങ്ങനെയാണെന്നറിയോ? കാമുകന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് സ്വന്തം 3 വയസ്സുള്ള കുട്ടിയെ വാട്ടർ ടാങ്കിൽ മുക്കിക്കൊല്ലുന്ന ഒരു സ്ത്രീയെ പോലെ ആവാതെ മഞ്ജു വാര്യരെ പോലെ ആവണം എന്ന് അങ്ങനെയായിരുന്നു പറയേണ്ടത്. ചേട്ടൻ അതും പറഞ്ഞില്ല. ചേട്ടൻ പറഞ്ഞു എന്താണ് എന്ത് കോഴിയാ? കരിങ്കോഴി. ആ പറഞ്ഞ കുറച്ച് കരിങ്കോഴികൾക്കും ഇങ്ങനെ പോകുന്ന കുറച്ച് സ്ത്രീകൾക്കും മാത്രമാണ് അത് ഇഷ്ടപ്പെടാതിരുന്നത്. അപ്പോൾ അവര് അതുപോലെ കുറച്ച് ആൾക്കാർ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. ബാക്കി ഒരുപാട് വക്കീലന്മാര് ലേഡീസ് ഒക്കെ ഒരുപാട് പേര് ചേട്ടൻ മെസ്സേജ് അയച്ചു. അത് ലേഡി വക്കീലന്മാര് അവരാണ് വിളിച്ചു കൂടുതലും പറഞ്ഞത്. ഇത് ഫേസ്ബുക്കിൽ കമന്റിലൊക്കെയാ വരുന്നത്. എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവരൊന്നും അല്ലാതെ തന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞ മഞ്ജു വാര്യരെ പറ്റി അങ്ങനെ ഒന്ന് പറയാൻ തോന്നിയത് വളരെ സന്തോഷം കേട്ടോ, ഞങ്ങൾക്കെല്ലാം സന്തോഷമായി. ഒരു സ്ത്രീ പറയും ഞങ്ങൾക്കൊക്കെ അത് പ്രചോദനമായി എന്നൊക്കെ. അപ്പൊ ഞാൻ ഓർക്കും ആ പറഞ്ഞ സ്ത്രീയാണോ ഈ തെറി വിളിക്കുന്നത്? ഇതിൽ ആർക്കാ വിവരമെന്ന് സംശയമായി പോയി എനിക്ക്. അതെ, എനിക്ക് തോന്നുന്നു ചേച്ചി പറഞ്ഞ രീതിയിൽ എഴുതിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്ര സൈബർ ബുള്ളിങ് ഉണ്ടാവുമായിരുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങള് ജേർണലിസം എന്നാ തുടങ്ങി? ഞാൻ 15ാമത്തെ വയസ്സിൽ പത്രം വായിച്ചു തുടങ്ങിയ ആളാ. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു ഭാഷയൊക്കെ ഉണ്ട്. ഞാൻ മഞ്ജു വാര്യർ നല്ല കേട്ടോ എന്നൊരു ഫോട്ടോ ഇട്ടിരുന്നെങ്കിൽ 4 ലൈക്കും ഒരു കമന്റും ഇങ്ങനെ വെച്ചൊരു കമന്റും ആയിരുന്നു. അല്ലെ ഞാൻ വേറൊന്നും പറയാം, അതിപ്പം പറയാം. ഞാനല്ലാതെ ഇതിപ്പം ഇതിലെഴുതി പിന്നെ എല്ലാ ആൾക്കാരുടെ ലൈക്ക് മേടിച്ച് അവരുടെ ഇതുകൊണ്ട് കാശ് മേടിച്ച് ഊട്ടി ബംഗ്ലാവ് മേടിക്കാനൊന്നും എഴുതിയല്ലേ. ഞാൻ മിനിഞ്ഞാന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറയുമ്പോൾ അറിയടാ എന്നെ വിളിച്ച് ചേട്ടാ ഫേസ്ബുക്കിൽ മറ്റേ സാധനം നീ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ നോക്കുമ്പോൾ ചെയ്തില്ലടാ, ഇതൊക്കെ ചെയ്തിടണ്ടേ.
എന്ന് അപ്പൊ അവൻ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഞാൻ എന്താന്ന് ചോദിച്ചാൽ ഞാൻ മോണിറ്റൈസേഷൻ ആണ് ഉദ്ദേശിച്ചത്. മോണിറ്റൈസേഷൻ ആണ് ഉദ്ദേശിച്ചത്. ആ സാധനം ഈ ഞാന് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ അന്ന് പറഞ്ഞു നിങ്ങള് എന്റെ പ്രോഗ്രാമിൽ സംസാരിക്കുന്ന ആരും, ഞാൻ സംസാരിക്കുന്ന ആളാണ്, എനിക്കൊന്നും പേടിക്കുക, ഞാൻ ആരും പേടിക്കേണ്ട കാര്യമില്ല. കാര്യം ഞാൻ അല്ലാത്തൊന്നും പറയുന്നില്ല. അന്ന് തൊട്ടേ അങ്ങനെയാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണ്. ഞാൻ കൂട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറയുന്ന, എടാ നീ മറ്റും നോക്ക് കണ്ട് ഇവരോട് ഞാൻ പറയുന്നുണ്ട്. ഒരു മഞ്ജു വാര്യർ ഫാനാണ്, നയൻതാര ഫാനാണ്, പിന്നെ അനുഷ്ക ഷെട്ടി ഫാനാണ്. ഞാൻ പറഞ്ഞു ഈ ഫാനും പിടിച്ചു കാറ്റും കൊണ്ടിരുന്നാ പോരാ. അവരൊക്കെ വരുന്നത് ഇവരാണേലും ചില ഇന്ന് എനിക്ക് അയ്യോ എനിക്ക് എനിക്ക് ബ്ലീഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ ഉള്ളവരാ നീ ആരാധിക്കുന്ന അവരതും പറഞ്ഞ അവിടെ ഇരുന്നാല് അവരവിടെ ഇരിക്കത്തേ ഉള്ളൂ. അവരാ ബോഡി നോക്കുന്നതും അവരാ വർക്കൗട്ട് ചെയ്യുന്നതും അവരാ നിൽക്കുന്നത് അത് കണ്ടു പഠിക്കുന്ന ഇവരോട് പറയുന്ന ആളായ അതുപോലെ ഞാൻ മറ്റു സ്ത്രീകളോടും പറഞ്ഞു പോയതാണ്. അത് മനസ്സിലായിട്ടും പക്ഷേ കാലഘട്ടം മാറിയപ്പോ അതിന്റെ അർത്ഥവും മാറിയെന്നുള്ളതാ. അർത്ഥം മാറിയെന്നല്ല, ഇത് മനസ്സിലാക്കാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവും ആളുകൾ ഉൾക്കൊള്ളാനായിട്ടുള്ള ഇതിന് വേറെ സംഭവമുണ്ട്. ഇത് മനസ്സിലാകാത്തൊന്നും അല്ല. ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കിന് ഇവനെ 2 പറഞ്ഞേക്കാം. അതാണ് ഇപ്പോഴത്തെ കാര്യം. ഒരു മീഡിയ ഉണ്ട് കമന്റ് ഇടാനും അഭിപ്രായം പറയാനും. അപ്പൊ അതിൽ അവിടെ വന്നേച്ച് തെറി പറയാം. എനിക്ക് തെറിയൊന്നും അറിയാത്ത ആളല്ലേ, ഇവക്കും അറിയാത്ത തെറി. എന്റെ കോട്ടയത്ത് തെറിയൊക്കെ ചെവിയല്ല കണ്ണു പൊട്ടിക്കും. പക്ഷെ നമ്മളത് പറയേണ്ടടുത്ത് പറയാവൂ, ഇല്ലേ? അപ്പൊ ഒരു കമന്റ് ഇടുമ്പോഴത്തേക്കിന് ഇപ്പൊ എന്റെ ഇത് വായിച്ചിട്ട് നിങ്ങൾ എന്താണ് എഴുതിയിരിക്കുന്നത്? മഞ്ജു വാര്യർ നല്ലതാണെന്നാണോ, അല്ലെങ്കിൽ മഞ്ജു വാര്യർ മോശമാണ്, മറ്റു സ്ത്രീകൾ മോശമാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പൊ നമ്മൾ അത് ക്ലാരിറ്റിയിൽ പറഞ്ഞു കൊടുക്കും, സുഹൃത്തെ അത് ഇന്നതാണ് മറ്റേ. അത്രേ ഉള്ളൂ. അതിന് ശേഷം ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡും ഇപ്പം എയറിലാണെന്ന് തന്നെ പറയാം. ഞങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ എയറിലാണ് എന്ന് പറയാം. ഒരു ആൾക്ക് കൊടുത്ത മറുപടിയാണ് ഇപ്പം വോയിസ് റെക്കോർഡായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. അതെന്തായിരുന്നു ചേച്ചിക്ക് കിട്ടിയ ഒരു മറുപടി? എന്തായിരുന്നു മറുപടി? എനിക്ക് ഫേസ്ബുക്കില്ല, അപ്പം ഞാൻ ചേട്ടൻ പോസ്റ്റ് ഇട്ടത് പറഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ചേട്ടന് തെറി പറയുന്നുണ്ട് സ്ത്രീകളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തിനാ ഇവർക്കൊക്കെ മറുപടി കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. പക്ഷേ എൻ്റെ കൂടെ ഉള്ള ഒരാളെ തെറി വിളിക്കുന്നത് ഞാൻ സഹിക്കില്ല, അച്ഛനെ ആയാലും ബ്രദറിനെ ആയാലും. അപ്പം ഞാൻ അവരുടെ പറഞ്ഞു നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ 10 പ്രാവശ്യം വായിച്ച് നോക്കുക, അതായിരിക്കും ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ വെറുതെ ഒരാൾ ഏത് സിറ്റുവേഷനിൽ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ എന്തിനാ അനാവശ്യമായിട്ട് തെറി പറയാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ അയച്ചു. അതിനവർ തെറി പറഞ്ഞിട്ട് വോയിസ് അയച്ചത്. ഞാൻ ആരാണ് നിങ്ങളുടെ അടി നീയൊക്കെ വന്ന് ഇതിനകത്ത് ഇത് ചെയ്യുന്നേ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയുവോ? അത് വായിച്ചാൽ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്, മനസ്സിലായോ? അവന്റെ കോണത്തിലെ മറ്റേ ഇത് പറഞ്ഞിട്ട് ഭാര്യനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. നീ ആരാ? ഞാൻ നിന്റെ പോസ്റ്റ് കമന്റ് ഇട്ടോ? നിന്റെ ഭർത്താവിന്റെ അഡ്വക്കേറ്റ് ആണോ നീ? ആദ്യം സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ടാക്ക്. പറയാനുള്ളത് സ്വന്തമായിട്ട് അയാൾ പറയട്ടെ, കേട്ടോ? ആ ലെവലാദികള് കെട്ടിയവനും കൊള്ളാം, ഭാര്യയും കൊള്ളാം. അപ്പം ഞാൻ ഒറ്റൊരു വ്യക്തിക്ക് മാത്രം, അതായത് നമ്മളൊരാളെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ തെറി പറയണ്ട. കാരണം ഓൾറെഡി നമ്മൾ വേറെ ടെൻഷനിലായിരിക്കും. അപ്പം അങ്ങനെ എന്തിനാ പ്രാക്ക് വാങ്ങിയിട്ട് ക്യാൻസർ വന്ന് ചാവാൻ നിൽക്കുന്നത്? അപ്പം സാധാരണ ഞങ്ങളുടെ നാട്ടിൽ പറയും പാണ്ടിലോറി കയറി ചാവും, വെറുതെ ഇങ്ങനെ ഒരാളെ വേദനിപ്പിച്ചാലും ഞങ്ങൾ പറയും. അതുപോലെ അത് വരാൻ വേണ്ടിയിട്ടും അല്ല പറഞ്ഞത്. അപ്പം എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ. അവരത് എടുത്തിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം, കേരളം മൊത്തം എൻ്റെ ആ ഒരു വോയിസ് എടുത്തിട്ട്, അപ്പം ഞാൻ എന്താ പെണ്ണല്ലേ, ഞാൻ സ്ത്രീയല്ലേ, അപ്പം എനിക്ക് ഫീലിങ്സ് ഒന്നുമില്ലേ? അത് അവരെടുത്തിട്ട് ഞാൻ പേഴ്സണൽ അയച്ചു. അവർ പബ്ലിക്കിൽ തെറിയിട്ടപ്പോൾ ഞാൻ പേഴ്സണൽ അയച്ചു. അവരത് മൊത്തം എടുത്ത് നാട്ടുകാർ മുഴുവൻ കേട്ട്. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ തീർത്തോളാം മോളെ. ഞാൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ്റെ വൈഫാണ്. നീയൊക്കെ ഇപ്പോൾ പൊക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ. നീ നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്ക്. ഒരാളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. എന്തിനാ വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രാക്ക് വാങ്ങി ക്യാൻസർ വന്ന് ചാവാൻ നിൽക്കണ്ട്? അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ നിൻ്റെ വീട്ടിലെ കാര്യം നോക്ക്, ഓക്കെ? പക്ഷെ അതുകൊണ്ട് നന്നായി, ഞാൻ ഫേമസ് ആയി. കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ചിട്ടില്ല മാതൃഭൂമി ചർമ്മകോളത്തിലൊക്കെ പേര് വരുന്ന ഞാൻ ഓർത്ത്. അപ്പൊ ഇത് മൊത്തം നല്ല ഫോട്ടോ ഒക്കെ ഇട്ടിരിക്കുന്നത് എനിക്ക് സന്തോഷമായി. അതിന് അവരോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ചേച്ചി ഇത്രയും പബ്ലിക്കിലേക്ക് വരുന്നത്, ഇത്രയും വർഷത്തിനോടിടയ്ക്ക്. ഇതിനു മുമ്പ് അധികം കണ്ടിട്ടേ ഇല്ല ആളെ. അല്ല അവര് സാധാരണയായിട്ട്
നമ്മുടെ കൂടെ എന്നെ സഹിച്ച് ഇങ്ങനെ ജീവിക്കാൻ പോവാന്ന് അർത്ഥം. അങ്ങനെ നടന്ന ഒരുത്തിയെ വരെ പുറത്തിറക്കി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് തോന്നുന്നു ഈ വ്യക്തിയായിട്ട് നേരത്തെ മുൻപരിചയമോ എന്തെങ്കിലും അതാ ഞാൻ ചോദിച്ചത് അവരുടെ അടുത്ത്. നമുക്ക് കണ്ടിട്ട് പോലും ഇല്ലാത്തൊരാൾ. കാരണം ഒന്നാമത് എനിക്ക് ഇങ്ങനെ വൈറൽ ആവാനും അല്ലെങ്കിൽ ഫേമസ് ആവാൻ അല്ലെങ്കിൽ ഇപ്പൊ ചേട്ടൻ്റെ കൂടെ നടന്നാൽ മതി. അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലാണ് സിനിമ എന്ന് പറയുന്നത്, അതുമായിട്ട് അത്രയും ബന്ധമുള്ള ആളായിരുന്നു അച്ഛനൊക്കെ. അപ്പൊ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ എല്ലാത്തതും മാറി നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. എനിക്കത് ഫീൽ ചെയ്തു. ഞാൻ ആരും ഉപദ്രവിക്കാൻ പോകുന്ന ആളല്ല, ഒരാളെ കമന്റ് ഇടാനോ നെഗറ്റീവ് പറയാനോ ഒന്നും ഞങ്ങൾ പോകുന്നില്ല. പക്ഷെ നമ്മൾ അത്രയും സഹിച്ച് നിൽക്കുമ്പോൾ വീണ്ടും ഈ മനുഷ്യനെ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ അതിനെ ആരായാലും ഞാൻ പ്രതികരിക്കും. അത്രയോ. അതിനകത്ത് ചേട്ടാ ഞാൻ കണ്ട ഒരെണ്ണം, പണ്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്തു, ഇപ്പം വീണ്ടും മഞ്ജു വാര്യറിനെ സപ്പോർട്ട് ചെയ്യുന്നു, എവിടെയെങ്കിലും ഉറച്ചു നിൽക്ക് എന്നുള്ളൊരു കമന്റ് കണ്ടിരുന്നു. അതെന്താ സംഭവം? ശരിക്കും ദിലീപിനെ സപ്പോർട്ട് ചെയ്ത സാഹചര്യം ചേട്ടനുണ്ടോ എന്നുള്ളത് ഞാൻ റിസർച്ച് ചെയ്ത സമയത്താണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ദിലീപിന് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ വേറൊന്നുമല്ല. ഞാൻ സാധാരണ പിന്നെ എൻ്റെ കൂട്ടുകാർ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാലം തൊട്ടേ അങ്ങനെ അവനൊരു സംഭവം ഉണ്ടായാൽ, ഒരു കൂട്ടുകാരനൊരു സംഭവം ഉണ്ടായാൽ അയാളെ ഏത് വിധത്തിലും സപ്പോർട്ട് ചെയ്യുക. കാര്യം നാളെ എനിക്കും അതുപോലെ സംഭവിക്കുമ്പോൾ എനിക്കൊരാളുണ്ടാവണം, എവിടുന്നെങ്കിലും ഒരാൾ വരും എനിക്ക്. അല്ല അതിനു വേണ്ടിയിട്ടല്ല, കാര്യം എന്നതാന്ന് ഇവിടെ ആരാ എത്ര വലിയ നല്ലവന്മാരല്ല. ചിന്തയെ പോലും റോങ് ചിന്തിക്കാത്തവൻ ഒരുത്തിനും ഇല്ല. അത് തന്നെയും തെറ്റാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ മനസ്സിൽ തന്നെ ഒരു ക്രൈം ആലോചിച്ചാൽ തെറ്റ് ചെയ്തു. അങ്ങനെ അല്ലാത്ത ആരാ ഉള്ളത്? അപ്പൊ ഇതൊന്നും വന്ന് അതുവരെ കൂടെ നിന്നവനും ഒന്നുമില്ല. അപ്പൊ എനിക്കും തോന്നിയത് ഞാൻ പറഞ്ഞു, അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് തെളിയിക്കപ്പെടട്ടെ. അതിനു മുമ്പ് എന്തിനാ പറയുന്നത്? അപ്പൊ എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടനാണ് വ്യക്തിപരമായിട്ട്. അയാൾ ജയിലിൽ പോയി അവിടെ കിടക്കുമ്പോൾ അയാൾ തറയിൽ കിടക്കുമ്പോൾ ഞാനും തറയിൽ കിടക്കും എന്ന് ഞാൻ പറഞ്ഞു. തറയിൽ തന്നെയാ കിടന്നു ചോദിച്ചു തോന്നി. അതേ ഉള്ളൂ. അത് പിന്നെ ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയുന്നു എന്നുള്ളതല്ല. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വാരി മഞ്ജുവാരുടെ പക്ഷത്തിലേക്ക് അതൊന്നും അല്ല ഇത്. ഇതൊക്കെ ചുമ്മാ ഓരോരുത്തർക്ക് ഓരോന്ന് തോന്നുമ്പോൾ ഇവരൊക്കെ എല്ലാവരെയും ഞാൻ കാണുന്നത് ആരാധനയോടെ കാണുന്ന ആളാണ്. പിന്നെ അത് കഴിഞ്ഞ് അവരുടെയൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഈ രണ്ട് കൂട്ടര് അത് അവരുടെ കാര്യമാണ്. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ദിലീപേട്ടനാണെങ്കിലും മഞ്ജുചേച്ചിയാണെങ്കിലും അവർ തമ്മിൽ വൈരാഗ്യത്തിലാണ്. അവർ രണ്ടുപേരുടെ ലൈഫായിട്ട് പോയിക്കൊണ്ടിരിക്കുക. എവിടെയും അവർ തമ്മിൽ ഒന്നും പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. മഞ്ജുചേച്ചിയാണെങ്കിൽ അവർക്ക് വേണ്ട, അവർ വേറെ പോയി. ഈ നാട്ടുകാർക്ക് ഇപ്പോൾ ഞാൻ പറയട്ടെ, ദിലീപേട്ടൻ്റെ ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ട് അതിന് മഞ്ജുചേച്ചിക്ക് എന്തിനാ ഇയാളോട് വൈരാഗ്യം? അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്കെല്ലാം അറിയാം ഈ ഫീൽഡ് അങ്ങനെയാണ്. എല്ലാ കാലവും എല്ലാവരും ഇങ്ങനെ പിണങ്ങി നിൽക്കും. ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ ഇവർ ഒന്നിച്ച് അഭിനയിക്കുകയായിരിക്കും. അതിനൊക്കെ ഇതിപ്പോൾ അതൊന്നുമല്ല. കിട്ടിയൊരു ചാൻസിൽ ചില ആൾക്കാരുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ചീത്ത പറയാൻ തെറി പറയാൻ നോക്കി നിൽക്കുന്ന ആൾക്കാർ. ഞാനതാ മനസ്സിലാക്കിയല്ല. അത് ഈ പോസ്റ്റ് മനസ്സിലാവാഞ്ഞിട്ടും അല്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എന്താ, എത്രയോ പേര് നമുക്കിപ്പം പേരൊന്നും പറയേണ്ട സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് പറയാതെ, ആവശ്യമില്ലാതെ എത്രയോ നടിമാർ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഇവിടെ അസോസിയേഷൻ ഒക്കെ ഇല്ലേ, അതിലുള്ളവർ എന്നെ വിളിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, വിവരമുള്ളവർക്ക് മനസ്സിലായി കേട്ടോ. ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ എൻ്റെ ദൈവം അകത്ത് പോവുമോ എന്നൊക്കെ ഞാൻ ഓർത്തു. ഇന്ന് ഒരു നല്ല കാര്യം ഒന്ന് എഴുതിപ്പോയതാ. അപ്പൊ ഇവരെല്ലാം വിളിച്ച് അവർക്ക് കാര്യം പിടിയിട്ട് അവർ പറഞ്ഞ് മഞ്ജുവിനെ പറ്റി അങ്ങനെ ഒന്നും എഴുതാൻ തോന്നിയില്ല കേട്ടോ, വളരെ സന്തോഷം, ഒരാൾക്കും അങ്ങനെ എഴുതാൻ ഇതുവരെ തോന്നിയില്ല എന്നൊക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി മറ്റേതൊക്കെ രോഗമാണ്, ഇതാണ് കാര്യമുണ്ട് എന്നുള്ളത്. ഈ വിവാദമൊക്കെ മാറ്റി വെച്ചാൽ ഒരു കാലത്ത് ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു അവതാരകനായിരുന്നു. സിനിമ അഭിനയങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും ഒരു ബ്രേക്ക് എടുത്ത പോലെയാണ്, അതോ അവസരങ്ങൾ കുറഞ്ഞോ? എന്താണ് അവസ്ഥ? അങ്ങനെയല്ല, കുറച്ചുകൂടെ സെലക്റ്റീവ് ആയോ? അതാണ് ഏറ്റവും രസം. കമലഹാസൻ കുറെ നാൾ അഭിനയിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പുള്ളി സെലക്റ്റീവ് ആയെന്ന. എന്നെപ്പോലെ ഒരുത്തൻ ഇല്ലായിരുന്നു എന്നെ പറയുന്നത്. ഇപ്പൊ അവര് പടമൊന്നും ഇല്ല കേട്ടോ, പിന്നെ എന്താ രോഗവും കൂടാൻ പോകുന്നു. ഇതായിരിക്കും നമ്മുടെ എന്തോ ഇതൊക്കെ നമ്മളീ മലയാളി തന്നെയല്ലേ നമ്മളിവിടെ പറയുന്നതാ. കമലഹാസന് പടം ഇല്ലെങ്കിൽ പുള്ളി സെലക്റ്റീവാ. അത് വെച്ച് നോക്കുമ്പോ ഞാനും സെലക്റ്റീവാ. ഇതൊക്കെ തമ്പുരാനാ തീരുമാനിക്കുന്നത്. അത് വരും, സിനിമകൾ വരും, പോകും. പിന്നെ അതിലെല്ലാം പ്രധാനപ്പെട്ട ഞാൻ ഇപ്പം ജീവിതം മനസ്സിലാക്കിയപ്പം എൻ്റെ ഏറ്റവും വലിയ നന്ദി ദൈവത്തിനോട് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം. നമുക്ക് ഒരാളെ ആശ്രയിക്കാതെ എഴുന്നേറ്റ് പോകാനും വരാനും ആരോഗ്യമുണ്ട് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമയിലൊക്കെ നമുക്ക് നാളെ അഭിനയിക്കാം,
അല്ലെങ്കിൽ ഏതാ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റും. ആരെങ്കിലും എടുത്തോണ്ടൊക്കെ പോകുന്ന അവസ്ഥയാണ് തീർന്നില്ലേ. അതെ. അപ്പം ദൈവത്തിന് അത് നന്ദി പറഞ്ഞിരിക്കുന്നു. ചിലപ്പം വീണ്ടും ഉടനെ തന്നെ അടുത്ത പടം ചെയ്തിട്ട് അതിന്റെ ഇന്റർവ്യൂവിനൂടെ വന്നിരുന്നിരിക്കാം. ദൃശ്യം 3 വരുന്നുണ്ട്. ആ ദൃശ്യം 3 ഉണ്ട്, അതിലില്ല. ഇല്ല. ദൃശ്യം ആദ്യം അതിലെ എൻ്റെ ഒരു ക്യാരക്ടർ അതുപോലത്തെ, അതിപ്പോ ഈ കണ്ടിന്യൂസ് പോകുന്ന ക്യാരക്ടറല്ല, കണ്ടക്ടർ മുരളി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ, അതിനെ തുടർന്നുള്ള സാധ്യത അതിലില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ചില അവസരങ്ങളിൽ ലാലേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? ഈ ഇതിലൊക്കെ ദൃശ്യത്തിലൊക്കെ അഭിനയിക്കണമെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളിക്ക് അവർക്കൊക്കെ നമുക്ക് അവരൊക്കെ ഉൾക്കൊള്ളുക, അവരൊക്കെ എൻ്റെ ഭാഗ്യം അതാ ഞാൻ പറയാം. ഞാൻ വെള്ളിത്തിരെ മുമ്പേ എൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ അതിനു മുമ്പ് 90കളിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒക്കെ തിയേറ്ററിൽ ഓടിപ്പോയി കണ്ടുകൊണ്ടിരുന്ന ലാലേട്ടനെ മമ്മൂട്ടിയൊക്കെ. അപ്പൊ എന്നെങ്കിലും ഇവരെ ഒന്ന് കാണാൻ പറ്റൂ ദൈവമേ എന്ന് പ്രാർത്ഥിച്ച്, ആ പ്രാർത്ഥന ദൈവം കേട്ടതാണ്. ലാലേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റിനകത്ത് എനിക്ക് റോള് കിട്ടി, ദൃശ്യം. അതിനേക്കാൾ ഇനി മേലൊരു ഹിറ്റും വരില്ല. പിന്നെ ഇങ്ങനെ വരുന്ന പോലെ തോന്നും എന്നുള്ളതല്ലാതെ സത്യസന്ധമായ ഹിറ്റ് അതാണ്. അപ്പൊ അതിലൊരു വേഷം ലോകാവസാനം വരെ ഞാൻ അതിലുണ്ടാവും. അതൊക്കെ എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ അതുപോലെ ഈ പറഞ്ഞ ദിലീപേട്ടൻ്റെയും ജീവിതത്തിലെ ഏറ്റവും ഹിറ്റാണ് ചാന്തുകൾ. അതിൽ ആ ക്യാരക്ടർ ഏടെ കൂട്ടുകാരനായിട്ടുള്ള, അത് രണ്ടും എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പം 2 സ്റ്റാർസ് 2 തരത്തിൽ ജീവിതത്തിൽ സഹായമായിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാം അതാണ്. നമുക്ക് നല്ല കാലം വരുമ്പം ഒരാൾ വരും സഹായത്തിന്. അപ്പം ഞാൻ പറഞ്ഞ അതാണ്. ഇപ്പം ഈ ഒരു പറഞ്ഞപ്പോൾ ഓർത്ത് തന്നെ ദിലീപ് ആർക്കും ഒരു പ്രശ്നം വരുമ്പോൾ ഇട്ടേച്ച് പോകുന്ന ആളല്ലേ. ഞാൻ അവർക്ക് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കും. അവരുടെ കൂടെ തന്നെ നിൽക്കുന്നത് ആരാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രതിസന്ധി, എന്നെ സ്നേഹിക്കേണ്ടവർ, എന്നെ സംരക്ഷിക്കേണ്ടവർ എന്നെ ചതിച്ചപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രതീക്ഷിക്കാതെ കണ്ടിട്ട് പോലും ഇല്ലാത്ത രാഹുൽ ഈശ്വർ വന്ന് എനിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, എന്നെങ്കിലും നമ്മൾ ഒരിക്കൽ ഒരുത്തൻ വരും. ദിലീപേട്ടൻ അത്രയും വലിയൊരു പ്രശ്നത്തിൽ നിൽക്കായിട്ട് പോലും എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടില്ല ചേട്ടനെ ജീവനോടെ കാണാൻ പറ്റുമോ എന്നുള്ളത് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പം അതുപോലെ എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ടായിരുന്നു ദിലീപേട്ടനും രാഹുൽ ഈശ്വർ. പിന്നില് സഹായിച്ച ഒത്തിരി പേര്. അതല്ല ഞാൻ പറയാം, പരസ്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ രാഹുൽ ഈശ്വരാണ് എന്റെ നിരപരാധിത്വം കണ്ടിട്ട് പോലും ഇല്ല, നേരിട്ട് പരിചയമില്ലേ രാഹുലിനെ അന്ന്. ഇപ്പൊ ഞാനിപ്പോ ഇന്ന് ഞാൻ പറഞ്ഞ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവന്റെ ഒപ്പം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും മരണം വരെ. അപ്പം രാഹുൽ ഈശ്വരൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്, പുരുഷ കമ്മീഷൻ എന്നുള്ളത്. ജയൻ തോന്നുന്നുണ്ടോ പുരുഷ കമ്മീഷൻ അത്യാവശ്യമാണ് ഈ സമൂഹത്തിൽ? അത്യാവശ്യമാണോ? സ്ത്രീകൾ ഭയങ്കര ഡേഞ്ചറാണ്. അവർ ചതിക്കും, കൂടെ നിന്നിട്ട് തന്നെ അവർ ചതിക്കും. അപ്പൊ ഇനി അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ ആത്മഹത്യകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചേച്ചി ഇപ്പൊ പറയുന്ന അടുത്ത ട്രോളിനോട് വകയാണ്. അല്ല, തീർച്ചയായിട്ടും സ്ത്രീകൾ ചതിക്കും എന്ന് പറഞ്ഞാൽ കൂടെ നിന്ന് ചതിക്കും. ആണുങ്ങളെ വിശ്വസിക്കാം, പെണ്ണുങ്ങളെ, ഞാനതാ ക്യാമറ നോക്കിയിട്ട് പറയാണ്, ആണുങ്ങളെ വിശ്വസിക്കാം, പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ധൈര്യമാണ്. നിയമം ഇങ്ങനെ ഉള്ളത് കൊണ്ട് എന്തും ചെയ്യാന്നുള്ള. എത്ര ജീവൻ പോയി തോന്നുന്നുണ്ടോ സ്ത്രീകളെ നിയമത്തിന് ദുരുപയോഗം? തീർച്ചയായിട്ടും. ഇപ്പൊ വരുന്ന ഒരുവിധം കേസുകളെല്ലാം കള്ളക്കേസുകൾ. എന്നിട്ട് കുറെ നാൾ ജയിലിൽ കിടന്ന് കഴിയുന്ന സമയത്ത് കള്ളക്കേസാന്ന് പറയും. അയാൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾക്ക് ഫാമിലി, മക്കളും, പിന്നെ അതുമല്ല ഒരാൾ ജയിലിൽ കിടക്കുന്നവരെ ഭയങ്കര ആഘോഷം. ജയിലിൽ നിരപരാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആരും അറിയുന്ന പോലും ഇല്ല. അങ്ങനെ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് ശക്തമായിട്ട് നിയമം വരണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പണ്ട് സെലിബ്രിറ്റീസിന്റെ മാത്രമായി കേസുകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒന്നുമല്ല, സാധാരണ ഫാമിലി, ഒരു ഇതുമില്ലാത്ത മനുഷ്യനപ്പം സൂയിസൈഡ് ചെയ്തത്. അതുപോലെ സാധാരണക്കാരിലേക്ക് എത്തി. ഇവര് കളിച്ച് ഞങ്ങളുടെ അവിടെ പറയും മുറത്ത് കയറി കൊത്തുക എന്ന് പറയും എന്ന് പറയുന്ന അവസ്ഥയിലെത്തി. എന്തും ചെയ്യാം. ഒരു പ്രശ്നം, ആ ലേഡിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യും, ഒരാൾ മരിച്ചു, നമ്മുടെ അവസ്ഥയ്ക്ക് ഞാനൊക്കെ തല ചുറ്റി വീണിട്ടുണ്ട്. ഒരാൾ നമ്മൾ കാരണം മരിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു കൂസലും ഇല്ലല്ലോ അവർക്ക്. ഉണ്ടോ? അതാ ഞാൻ പറയുന്നത്. അങ്ങനെ ആണുങ്ങൾ കുറേ സഹിച്ചില്ല. ഇനി പെണ്ണുങ്ങൾ അതുപോലെ തന്നെ അവർ ഓടട്ടെ. എനിക്കതാ പറയുള്ളൂ, അവർ ഓടിയിട്ട് അവരും അറിയട്ടെ. ഒരാൾക്ക് നല്ല ശിക്ഷ കിട്ടി കഴിയുമ്പോൾ ഇതൊക്കെ കള്ളക്കേസ് കൊടുക്കുന്നതൊക്കെ കുറച്ച് കുറയും. ഇൻ കേസ് ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, ഇത് ഇഷ്ടപ്പെടുന്നതുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. നാളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ചേച്ചി ഇരിക്കേണ്ടോ എന്നാൽ എന്തായിരിക്കും മാനസികാവസ്ഥ? ഏതവസ്ഥയിൽ? മീൻസ് എന്തെങ്കിലും ഒരു കള്ളക്കേസ്, ഈവൻ കള്ളക്കേസ് ആണെങ്കിൽ പോലും ഇന്ന ആളിന്ന് തെറ്റ് ചെയ്തു എന്ന് ചേച്ചി പറയുമ്പോൾ ധൈര്യമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി നിന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാനായിട്ട്? തീർച്ചയായിട്ടും. ഞാൻ അങ്ങനത്തെ ഒരു പണിക്ക് നിൽക്കുന്ന ആളല്ല, മനസ്സിലായോ? കാരണം
എൻ്റെ കൂടെ നിന്ന ആൾക്കാർ എന്നെ ചതിക്കാന്നല്ലാതെ എനിക്ക് 101% ഉറപ്പുണ്ട്. കാരണം ഞാനൊരാളെ ഇഷ്ടപ്പെട്ട്, കാരണം 101% ജെനുവിൻ ആയിട്ട് ഞാൻ ആളുടെ കൂടെ നിൽക്കുള്ളൂ. ഞാൻ കാരണം ഒരാളുടെ ജീവൻ പോവാന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ ഒരിക്കലും ഞാൻ എത്തിക്കൂല. ഞാൻ ആരും ചതിക്കുകയില്ല. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇപ്പം ജയേട്ടൻ്റെ ആണെങ്കിലും എനിക്ക് വ്യക്തമായിട്ട് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും കൂടെ നിന്നത്. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ സ്ത്രീകളെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. കാരണം എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എൻ്റെ ലൈഫിൽ, അത് മൊത്തം സ്ത്രീകളെടുത്തുന്ന മനസ്സിലായി. ഞാൻ പറയണത് നല്ല ബോധ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. എല്ലാ സ്ത്രീകളും അല്ല. എനിക്ക് ഇങ്ങനെ ഒരു ചെയ്യേണ്ട ഒരു കേസൊക്കെ വന്ന സമയത്ത് അഡ്വക്കേറ്റ്സ് ആണെങ്കിലും എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ആണെങ്കിലും അവർ തന്ന മാനസിക സപ്പോർട്ട് കൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. ആരും ഇല്ലായിരുന്നു, ചേട്ടൻ്റെ സൈഡിൽ ആരും ഇല്ല, അച്ഛനും അമ്മയും ഒന്നും ഇല്ല. ഇതിലെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും 1000 തേൻതുള്ളിക്കകത്തൊരു മീൻതുള്ളി വീണാൽ എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് ആണുങ്ങളുടെ ഇടയിലും ഉണ്ട്, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ പെണ്ണുങ്ങളുടെ ഇടയിലും ഉണ്ട്. ഈ രണ്ട് കൂട്ടത്തിൽ വളരെ കുറച്ച് പേരാണ് ഈ പേര് കളയുന്നത്. അതെല്ലായിടത്തും അങ്ങനെയാണല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോ അതെ. ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞ് കുറേ അവന്മാരുണ്ട്. ഈ കോഴികൾ എന്ന് പറയുന്നത് തന്നെ ഞാനാണായിട്ട് തന്നെ ഞാൻ പറയുകയാണ്. നമ്മളിപ്പോൾ ഒരാളുടെ കണ്ടു അവരുടെ സൗന്ദര്യം ആസ്വദിക്കുന്നു, സന്തോഷം, അതിന് എനിക്ക് മാനസിക രോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം. പക്ഷെ അതല്ലാതെ കുറെ ഇല്ലേ? അല്ല, അതല്ലാതെ കുറെ അവന്മാരില്ലേ, എനിക്കറിയാമായിരിക്കുമല്ലോ. അതുപോലെയുണ്ട് ഈ പെണ്ണുങ്ങളുടെ ഇടയ്ക്കും അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. എന്താ പറഞ്ഞേ? ബസ്സിലാണെങ്കിലും പുറത്തു പോകുമ്പോഴാണെങ്കിലും നമ്മളെ നല്ല രീതിയിലും മോശം രീതിയിലും നോക്കുന്ന ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ സംഭവിക്കുന്നത് അവരൊക്കെ രക്ഷപ്പെടുക, മനസ്സിലായേ? ഏത് ഈ പെണ്ണുങ്ങളാണ് ഇവർ ഇത്തരം ഇത് ചെയ്യുന്നുണ്ട്. നല്ല ചില സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ അവർക്ക് നീതി കിട്ടാതെ പോകുന്നു. ശക്തമായിട്ടുള്ള നിയമം വരണം. ഇതേപോലെ ഉള്ള ചില അവന്മാര് പിന്നെ അവന്മാര് രക്ഷപ്പെട്ടു പോകും, ഈ പാവപ്പെട്ടവന്മാര് ഇതാ ഇവിടെ സംഭവം. അതിനാണ് മാറ്റം വരുന്നതെന്ന് പറഞ്ഞു. അതിന് ബന്ധപ്പെട്ടവര് നോക്കുമ്പോൾ ഇതിനകത്ത് എന്താ സത്യമുണ്ടോ എന്താണ് അത് അവര് അതിന് ഇത് കൊടുക്കണം, വേണ്ടപ്പെട്ട ആൾക്കാർ. അതൊന്നും ഞാൻ പറയുന്നില്ല. ഇനി അതിന് അടുത്തത് വരാൻ ആ ബന്ധപ്പെട്ടവര് ശ്രദ്ധിക്കണം ഇതിൽ കള്ളമുണ്ടോ. സ്ത്രീകൾ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ കേൾക്കുമല്ലോ, ഹസ്ബൻഡിന് പീഡനം സഹിക്കാൻ പറ്റാതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ആ കുട്ടിക്ക് മരിക്കുന്നതിന് മുന്നേ എന്നെ ഒന്ന് വിളിച്ചുകൂടരുത്. അപ്പൊ ചേട്ടൻ പറഞ്ഞു, നീ ഇങ്ങനെ അറിയില്ലല്ലോ, അങ്ങനെ വരെ വിചാരിക്കുന്ന ആളോ, അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം, അങ്ങനെ എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കും. അങ്ങനെ ജെനുവിനായിട്ട് സഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരെ ചിലപ്പോൾ കാശിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയിട്ട് വരെ ലോക്കാക്കാൻ തയ്യാറുള്ള സ്ത്രീകളുണ്ട്. അപ്പം നമ്മൾ പേടിച്ചേ പറ്റൂ. ഇത് തന്നെ മുമ്പേ പറയും, നല്ല ആൾക്കാർക്ക് നീതി കിട്ടാതെ പോകും. വൃത്തികേട് കാണിക്കുന്നവനെ കണ്ടാൽ ഞാൻ അടി കൊടുക്കണം, അല്ല പിന്നെ ഞാൻ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആണുങ്ങളുടെ കൂടെ ഇത്തരം വൃത്തികേട്ടുള്ള കാണിക്കുന്നവനെ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട ബാധ്യത ആണുങ്ങൾക്കാണ്. പെണ്ണുങ്ങൾക്കിടെ ഇതുപോലത്തെ വൃത്തികേട് കാണിക്കുന്നവരെ കണ്ടെത്തേണ്ട പെണ്ണുങ്ങളാ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പോൾ കുട്ടികളടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ചില ഒരാൾ ഇഷ്ടപ്പെടാതെ തൊട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ആ രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ അപ്പം പ്രതികരിക്കാൻ അറിയില്ലേ? അല്ലാതെ അത് കഴിഞ്ഞിട്ട് ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണോ പറയാ ഇയാൾ അന്ന് എന്നെ എങ്ങനെ ചെയ്തിരുന്നു? അവിടെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സ്പോട്ടിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അപ്പം ആളാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ വരുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയ ആണ് എല്ലാത്തിനും എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു വ്യക്തിയുടെ മരണത്തിന് കാരണവും സോഷ്യൽ മീഡിയ ആയി മാറിയിട്ടുണ്ട്. അപ്പം എല്ലാ തരത്തിലും നമ്മൾ ചർച്ചകൾ, എല്ലാ കാലത്തും പോലീസ് സ്റ്റേഷനും പോലീസും പത്രസമ്മേളനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പ്രതികരിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി പറയാനില്ല എന്നൊന്നും പറയുന്നത് ഒരു ന്യായമായിട്ടുള്ള കാര്യമല്ല. ഇത് 10 പ്രാവശ്യം പീഡിപ്പിച്ചു, ഒറ്റ പ്രാവശ്യമല്ലേ പീഡനം എന്ന് പറയുന്നുള്ളൂ. അപ്പൊ ആരുടെടുത്തെങ്കിലും പറഞ്ഞൂടെ? അല്ല, അതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഒരു പെൺകുട്ടിയുടെ സമ്മതം ഇല്ലാതെ അവളെ അബ്യൂസ് ചെയ്യുന്നത് പീഡനം തന്നെയാണ്, പീഡനമാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതേ വ്യക്തിയുടെ കൂടെ പിന്നെയും പോയി അല്ലെങ്കിൽ പിന്നെ അയാളുടെ അടുത്ത് കാശ് ചോദിച്ചു, പിന്നെ അയാളുടെ അടുത്ത് കഷ്ടപ്പാട് പറഞ്ഞത്, ഇത് പീഡനമാണോ? അത് പീഡനമല്ല. അതാ ഞാൻ ചോദിച്ചുള്ളൂ. ജെനുവിനായിട്ടുള്ള കാര്യം ഓക്കെ, ഒറ്റ പ്രാവശ്യം പീഡിപ്പിച്ചു, പിന്നെ ആ ഏരിയക്ക് നമ്മൾ പോവോ? വീട്ടിൽ പേരൻസിന്റെ അടുത്ത് പറയും അല്ലെങ്കിൽ പോലീസിന്റെ അടുത്ത് പറയും അല്ലെങ്കിൽ പത്ര ഓഫീസിൽ ചെന്ന് അവരുടെ അടുത്ത് പറഞ്ഞാൽ പോരെ? ഇത് അതും കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാശ് കടന്നു ചോദിച്ചു, ഏതായാലും എന്നെ പീഡിപ്പിക്കാൻ നോക്കിയതല്ലേ എന്ന് പറയുന്നത് എന്താ? കുറെ കേസുകൾ അങ്ങനെ വന്നല്ലോ. ഞാൻ ഇത്രയും കാലത്ത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാണ്. ഒരു സ്ത്രീ, എൻ്റെ കാഴ്ചപ്പാടാണ്, ഒരു സ്ത്രീയെ അവരുടെ മൗന അനുവാദമെങ്കിലും ഇല്ലാതെ ഒരുത്തിന് തൊടാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയതാണ്. അങ്ങനെ പറയാൻ പറ്റുമോ ചേട്ടാ? തീർച്ചയായിട്ടും എന്നെ അവരുടെ നിങ്ങളെ എനിക്ക് ചുമ്മാ വന്ന് തൊടാൻ പറ്റുമോ? റേപ്പ് എന്താ പറയാ, അനുവാദത്തോടു കൂടിയിട്ടല്ലോ റേപ്പ് ചെയ്യണേ. ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്ന കള്ളക്കേസുകൾ മുഴുവൻ കള്ളക്കേസ് ഇപ്പൊ കുറെ അതിന്റെ കഥയെ ഇപ്പൊ കുറെ വന്നല്ലോ.
അതായത് ഇപ്പൊ ഇടയ്ക്ക് കുറേ നടന്മാരുടെ കേസുകൾ വന്നല്ലോ, അത് കേട്ടെടുത്തോളം എങ്ങനെയാ തോന്നുന്നത്? ഞാൻ പറയട്ടെ, ഒരാള് റൂമിലേക്ക് നമുക്ക് ഇങ്ങനെ വിളിച്ചു വരുത്തുമ്പോൾ ഇവർക്ക് ആരെങ്കിലും കൂട്ടിയിട്ട് പോകാൻ അറിയില്ലേ? അമ്മയെ കൂട്ടിയിട്ട് പോകാൻ അറിയില്ലേ? അച്ഛനെ കൂട്ടിയിട്ട് പോകാൻ അറിയില്ലേ? ഒരാൾ വിളിച്ച 10-18 വയസ്സുള്ള ഒരു കുട്ടി, ഇനിയിപ്പോ എത്ര വയസ്സാണെങ്കിലും ഒറ്റയ്ക്ക് പോവാ, അപ്പൊ അവര് വീട്ടിൽ പറയില്ല. ആ ഒരു കേസ് വേറെയാണ്. ഇപ്പൊ ഈ പീഡനം, ബലാത്സംഗം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു മനുഷ്യനും മൗനാനുവാദം കൊടുക്കുന്നില്ല. അല്ല, അതിലെന്താന്നറിയാം, അതല്ല ഞാൻ പറഞ്ഞ കാര്യം, അതല്ല ഞാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇരുട്ടത്ത് സാഹചര്യം നോക്കി ഒക്കെ മനഃപൂർവ്വം ബലാത്സംഗങ്ങളും ഇതേപോലെ ബലാത്കാരമായിട്ട് സ്ത്രീയെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അതെത്ര വാർത്ത ഇവിടെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്, പക്ഷെ എല്ലാം അല്ല ഞാൻ പറഞ്ഞതല്ല, അവർക്ക് നീതി കിട്ടാൻ പോവാ, അത് മിണ്ടാതെ ആരും അറിയാതെ പോവാ. അവർക്കല്ലേ ഈ നിയമം ഉപയോഗപ്പെടുന്നത്. തീർച്ചയായിട്ടും നിയമങ്ങൾ ഒന്നുകൂടെ ശക്തമാകണം. അത് ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം പുകവലി നിരോധിച്ചിരിക്കുന്നു, കേസ് എടുത്ത് ഇവന് ഊട്ടിയിലെങ്ങാനും നിന്ന് വായി ഇച്ചിരി പുക വന്നു കഴിഞ്ഞാൽ ഉടനെ അവനെ പിടിച്ചോണ്ട് പോയാൽ എങ്ങനെ ഇരിക്കും? നീ പുക വലിച്ചെന്ന് പറഞ്ഞു. സാധാരണ തണുപ്പുള്ളിടത്ത് നിന്ന് വർത്താനം പറയുമ്പോ പുക വരൂല്ലേ? അതവിടെ നിന്ന് സിഗരറ്റ് വലിച്ച് 1000 രൂപ പറ്റി എഴുതി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാന്നാ എനിക്കിപ്പോ തോന്നുന്നു അല്ലേ. ശക്തമായിട്ടുള്ള നിയമങ്ങൾ വരണം, നിയമത്തിന്റെ വഴിക്ക് പോകണം എന്നുള്ളതാണ്. എന്തായാലും ജഗതി വേഴ്സസ് ജഗതി എന്നുള്ള സാധനമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. അല്ല, ഞാൻ പറയാം, എനിക്ക് ആ കാലഘട്ടം നിങ്ങൾ ഓർമ്മിച്ചു തന്ന ഈ ലോകത്തിന്റെ തന്നെ നല്ല കാലഘട്ടമായിരുന്നു അത്. പലയിടത്തും ഞാൻ കണ്ടു 1999 ഡിസംബർ 31 നല്ല കാലം അവസാനിച്ചു എന്ന് പറഞ്ഞ ഒരു ട്രോള് കണ്ടില്ലേ? എവിടെയും ഞാൻ കണ്ട എന്തോ ഒരു കറക്റ്റാണ്, സത്യമാണ്. അതിന് ആ കാലഘട്ടം ഈ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്ത് സന്തോഷവാനായിരുന്നു എന്നറിയാം. അല്ല, അതുകൊണ്ട് അതിലെ വേറൊരു കാര്യം ഞാൻ പറയാം. അന്ന് കത്തുകൾ വരുമായിരുന്നു. ഈ കത്തുകൾ, ഒരു കത്തിപ്പം എൻ്റെ പ്രോഗ്രാമിൽ നിനക്ക് കിട്ടിട്ട് പോയിക്കൂടാ നാറി എന്ന് പറഞ്ഞൊരു കാർഡിൽ എഴുതി ഒരുത്തൻ പോസ്റ്റ് ചെയ്തിട്ട് ജന്മം ചെയ്താൽ പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് സൈബർ സെല്ലിൽ ഈ കമന്റ് എങ്ങനെയാലും പിടിക്കാൻ പറ്റും. അന്നത്തെ കാലത്ത് ഒരു രക്ഷയില്ല. ആരെങ്കിലും അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു കത്തിട്ട ഒരിക്കലും കണ്ടു, ഒരൊറ്റ കത്ത് അങ്ങനെ ഇല്ല. പേര നിറച്ച് കത്തുകൾ കൂട്ടിയിട്ടിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ ലാസ്റ്റ് അത് ഒഴിവാക്കി കളയുകയായിരുന്നു. അതിലൊന്നും എല്ലാ സമ്മാനങ്ങളും ഗിഫ്റ്റുകളും പോസിറ്റീവായിട്ടുള്ള അന്ന് ആ ലോകവും പോസിറ്റീവായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞോടെ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ജീവിതത്തിലും വരുന്ന എന്തോ ആകെപ്പാടെ ഒരു നെഗറ്റീവ് സംഭവം പോലെ വരിക. അന്നൊക്കെ വരെ നല്ല കാലമായിരുന്നു. കലയ്ക്കും എത്ര സ്റ്റേജ് ഷോകളായിരുന്നു, ഉത്സവപ്പറമ്പിലെ പരിപാടികൾ, എന്ത് ആഘോഷമായിരുന്നു ജീവിതം. ഇപ്പൊ ഇതൊക്കെ പോയിട്ട് ഈ ഒരു സാധനം എടുത്തു വെച്ചേച്ച് ഇതേപോലെ സൈക്കോ പണികൾ കാണിക്കുക. അതാ പറഞ്ഞ അന്നത്തെ കാലത്ത് അത് പോയി, ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ജഗതി ചേട്ടന്റെ ഒരു സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാതെ ഞാൻ വിടുകയല്ല കാണിച്ചിട്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അദ്ദേഹത്തിനെയൊക്കെ അങ്ങനെ ആ ഒരു കാലഘട്ടം ആ മനുഷ്യനൊക്കെ ഇപ്പൊ നിങ്ങളിത് പറയുന്നത് ആ മനുഷ്യനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കഞ്ഞി കുടിച്ചു പോയ ആളാണ്. അതെ അതെ. ഇപ്പൊ ജഗതി ചേട്ടനാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് വിചാരിച്ചു, ആ സമയത്ത് എങ്ങനെയായിരിക്കും സംസാരിക്കുക? അങ്ങനെയൊന്നുമില്ല, ഒന്ന് പോകച്ചെഴുന്നേറ്റ് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ. പുള്ളി ലൈവായിട്ടൊരു സാധനം പറഞ്ഞാൽ ഞാൻ കേട്ടോ. ഡിറ്റക്റ്റീവ് പടത്തിൽ ഞാനും ചേട്ടനും കൂടെ അഭിനയിച്ചു. അപ്പം തൊടുപുഴയല്ല ഷൂട്ടിങ്. അപ്പം ആ പുള്ളിയുടെ ഒരു കേസും കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന സമയം. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ ഞങ്ങളോട് വർത്താനം പറഞ്ഞിരിക്കുക, ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഒരുത്തം വന്നിട്ട് ചേട്ടാ കോസ്റ്റ്യൂം മാറാന്ന് പറഞ്ഞു. അപ്പം പുള്ളി അവിടെ തന്നെ എഴുന്നേറ്റ് ഇന്ന് വർത്താനം പറഞ്ഞു. അപ്പം പറയാം പിന്നെ പെണ്ണുങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. അയ്യോ എൻ്റെ ദൈവമേ, നേരെ അകത്ത് പോയി, ഞാൻ അകത്തെങ്ങാനും പോയി മാറാന്ന് പറഞ്ഞിട്ട് പുള്ളി കയറിപ്പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല കാലഘട്ടമായിരുന്നു അതൊക്കെ വെറുതെ സ്വപ്നങ്ങൾ കഴിഞ്ഞു പോയത്. ഈ ഒരു അവസ്ഥയിൽ ജഗതി ചേട്ടനെ കാണാൻ പോയിരുന്നോ? ജഗതി ചേട്ടന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഞാനാ ചെയ്തത്. കൗമുദിക്ക് വേണ്ടി ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്ത് പുള്ളി ഇങ്ങനെ വീൽ ചെയറിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട്, അതൊക്കെ കണ്ടപ്പോൾ തന്നെ വിഷമമായിപ്പോയി. ഞാനപ്പോൾ പുള്ളിയോട് ആദ്യം ചോദിച്ചു, ഞാൻ ചേട്ടാ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ, എന്നെ ഓർമ്മയുണ്ടോ, എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞ നിലവിളി ശബ്ദം ഇടോ ഞാൻ പറഞ്ഞ പുള്ളി എൻ്റെ ബാഗോ എന്നൊരു ശബ്ദം പുള്ളിയുടെ വായിരുന്നു. സത്യം പറയാൻ ഞാൻ കരഞ്ഞു പോയി. കാര്യം ആ സാധനം പുള്ളി കണ്ടു, പക്ഷെ അത് പറയാൻ വരുന്നില്ല. കാലം. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്,
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. നമ്മൾ എന്ത് നേടിയിട്ടും കോടികൾ ഉണ്ടായിട്ടോ സൂപ്പർ സ്റ്റാറായിട്ടോ രാജാവായിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് തന്നെ വാരി തിന്നാൻ പറ്റണം, നമുക്ക് തന്നെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യാൻ പറ്റണം. ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് പുറമെ മാനസികമായിട്ടുള്ള ആരോഗ്യം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കാതെ പറ്റത്തില്ല. അതെ, ഈ പറയുന്ന പോലെ ദിലീപേട്ടനൊക്കെ പറയുന്ന പോലെ വഴിയിലെല്ലാം നിന്ന് കുരയ്ക്കുന്ന പട്ടിക്കിട്ട് എറിയാൻ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ സമയം ഉണ്ടാവും. നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും കൂടെ ബാധിക്കുന്ന ഇപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് പറയാം, അതൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ അതിൽ ടെൻഷൻ അടിക്കാൻ പോയി നമുക്ക് സ്ട്രെസ് വന്നിട്ട് അസുഖം വരുള്ളൂ. ഇനിയിപ്പോ അത് നെവർ മൈൻഡ് ആക്കുക എന്നുള്ളതാണ് വിചാരിക്കുന്നത്. നമ്മളെന്താന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ മൈൻഡ് കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇവര് എന്തിനാണ് നമുക്ക് തോന്നും. ഞാൻ ഈ നാട്ടിൻപുറത്തുകാരനായതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ഞാൻ ഒരുത്തൻ്റെ കാര്യത്തിന് പോകാറില്ല. ഒരിടത്ത് അടുക്കളയിൽ എത്തി നോക്കാനോ ഒന്നും പോകുന്ന ആളല്ലേ. അതുകൊണ്ട് നമ്മുടെ അടുക്കളയിൽ വന്ന് എത്തി നോക്കുമ്പോൾ ഈ പറയാൻ തോന്നും. അത് നമ്മുടെ മനസ്സുകൊണ്ട്. ഇപ്പം പിന്നെ ഞാൻ മനസ്സിലാക്കുക അവനെ എത്തി നോക്കി കണ്ടിട്ട് പോട്ടെ എന്ന് വെക്കണം. ഒത്തിരി ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഒരു നല്ലതോ മോശമായിട്ടുള്ള ഒരു ഓർമ്മയുള്ളത് ഏതിലായിരിക്കും? എങ്ങനെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഞാൻ ഇന്റർവ്യൂവിന് ഈ ഇടയ്ക്കായിരിക്കുന്നത്. ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടേ ഉള്ളൂ. ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് അത് അന്നത്തെ കാലഘട്ടത്തിലാണ്. അങ്ങനെ മോശമായ സംഭവങ്ങൾ നല്ല അനുഭവം ആരുമായിട്ടുള്ളതാണ്? നല്ല അനുഭവം, എല്ലാവരും നല്ല അനുഭവമാണ്. എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോമഡി ടൈമിൽ ദാസേട്ടൻ വന്നു. KJ യേശുദാസ് എന്ന് പറയുന്ന പുള്ളി പാട്ടിന്റെ പരിപാടി പോലും പോകാൻ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പൊ പുള്ളി കോമഡി ടൈമിന്റെ മാത്രം കണ്ട് ഏറ്റവും വലിയ ആരാധകനായിട്ട് എൻ്റെ ഓരോ ചലനങ്ങളും ഇവളെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ച് ഞാൻ കത്ത് വായിക്കുന്ന രീതി, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ ലാലേട്ടൻ്റെ കൂടെ ലാലേട്ടനെ ഒരു ഇന്റർവ്യൂ ചെയ്തു. പ്രിയദർശൻ സാറും ഉണ്ട്, ലാലേട്ടനും ഉണ്ട്. ഇവരെ രണ്ടുപേരും കൂടെ ഒരു കാര്യം പറഞ്ഞു. ഇത്രയും റിലാക്സ് ചെയ്ത് ലാലേട്ടൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് ഇതിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടപ്പുണ്ട്, പറയുന്ന കഥകളും ഒക്കെ. അതെനിക്ക് വലിയ സന്തോഷം തോന്നി. പുള്ളി ഇങ്ങനെ നമ്മളെ ആസ്വദിച്ച് നമ്മൾ പറയുന്ന അപ്പം ആരാണ് കോമഡി ഒക്കെ പുള്ളി ചെയ്യുന്നതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമുക്ക് കോമഡി എന്നൊക്കെ പറഞ്ഞ് ഈ ഭൂമിയിൽ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ ആ പുള്ളി ഞാൻ പറയുന്ന കോമഡിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നാട്ടിൽ നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് അതിങ്ങനെ കേട്ടിരുന്നു, അതിന്റെ ബാക്കി അതിന്റെ ക്ലൈമാക്സ് പുള്ളി പറഞ്ഞ്. അതൊക്കെ ജീവിതത്തിലെ വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ. ഇന്നിപ്പോ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇന്റർവ്യൂ താരങ്ങളൊക്കെ ഉണ്ട് അല്ലേ? താരങ്ങൾ നമ്മുടെ ധ്യാൻ ചേട്ടനൊക്കെ. അല്ല, ഞാൻ അവരെയല്ലേ പറഞ്ഞ്. ഇനി അതിൽ നിന്ന് അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാരെ ചേട്ടൻ പറഞ്ഞു ഇന്റർവ്യൂവിൽ വന്ന് സംസാരിക്കാനും അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മളൊക്കെ അന്ന് ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ എന്നും മുമ്പിലിരിക്കുന്ന നമ്മളെപ്പോഴും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കലാകാരൻ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം മുമ്പിലിരിക്കുന്ന പ്രേക്ഷകനെ ബഹുമാനിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. അത് ശരി, മിമിക്രി ചെയ്താലും ശരി, ഭരതനാട്യം കളിച്ചാലും ശരി, എന്ത് ചെയ്താലും ആ മുമ്പിൽ വന്നിരിക്കുന്ന ഉത്സവപ്പറമ്പിലൊക്കെ കണ്ണെത്താ ദൂരത്താ നമ്മൾ 2000 കണക്കിന് സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ട്. അവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ ആ സ്റ്റേജ് നമ്മൾ ജയിച്ചു എന്നാണ്. ഇന്നിപ്പം അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പം അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതുള്ളൂ. അല്ലാതെ നല്ല അനുഭവങ്ങൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാത്ത നടന്മാരില്ല. മമ്മൂക്കായും സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ. കാവ്യ മാധവൻ, ദിലീപ്, എല്ലാം അന്നത്തെ പഴയകാലത്തെ കുറേ CI പോള് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒരുപാട് എൻ്റെ ആ ഷോയിൽ സംസാരിക്കാൻ പറ്റും. 10 വർഷത്തെ ഷോ. അത് തന്നെ അല്ല, ആ മനുഷ്യന്റെ ഒരു സമീപനം ഞാൻ പറയാൻ കാരണം, ഈ ഇതിൽ ഗസ്റ്റായിട്ട് വന്നിട്ട് ദാസേട്ടൻ വന്ന് അപ്പം കോമഡി ക്ലിപ്പിങ്സ് അല്ലേ കാണിക്കുന്നത്. അപ്പൊ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇവിടുന്ന് പറയുന്നത് ഗസ്റ്റായിട്ട് ദാസേട്ടനാണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങോട്ട് വിളിക്കുന്നവരും കയ്യിന്നൊക്കെ പോയി ആകെപ്പാടെ വിറച്ചൊക്കെ. എനിക്കല്ല, ഈ ഫോണിലേ വെയിറ്റ് അവർ ആ ടീമിനെ വിളിച്ച് നമ്മൾ ആദ്യമേ ദാസേട്ടനായതുകൊണ്ട് വിളിച്ച് പറയും ഇന്ന് ഗസ്റ്റ്. മറ്റേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വിളിച്ച് നമ്മൾ തെറി കേൾക്കുക, അതൊക്കെ ആയിരുന്നു പരിപാടി. ദാസേട്ടനുള്ളപ്പോൾ അത് പറ്റത്തില്ലല്ലോ. അപ്പൊ സെലക്ട് ചെയ്ത കത്തിൽ നിന്ന് എടുത്തിട്ട് അവരോട് അങ്ങോട്ട് ആദ്യം പറയുന്നത് ദാസേട്ടനാണ് ഗസ്റ്റ് കേട്ടോ എന്ന് പറയുമ്പോഴേ അവര് വിറച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഒരു സ്ത്രീ ഇതുപോലെ സംസാരിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അവരോട് ഇങ്ങനെ പറഞ്ഞ് അയ്യോ ദാസേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ ദാസേട്ടനുണ്ട്. നമ്മൾ പറഞ്ഞു ദാസേട്ടാ അങ്ങനെ മറ്റേ മറിച്ച് അപ്പൊ ഞാൻ ചോദിച്ചു ഇനി എന്താ വേണ്ടേ?
നല്ലൊരു പാട്ട് വെച്ച് തരാൻ ഇവര് പറയാ, അവരുടെ കയ്യിൽ നിന്ന് പോയിക്കോ. അപ്പൊ ദാസേട്ടൻ പറയാം, അതിനിത് പാട്ടിന്റെ പരിപാടി അല്ലല്ലോ, കോമഡി പരിപാടി. അത്രയ്ക്ക് പുള്ളി അത് ഇവൻ നല്ലൊരു കോമഡി സീൻ വെച്ച് തരും, ഇത് പാട്ടിന്റെ പരിപാടി അല്ല കേട്ടോ എന്ന് ദാസേട്ടൻ അങ്ങോട്ട്. അപ്പൊ അവര് പറയാം, അല്ല ദാസേട്ടൻ എന്നൊരു പാട്ട് ഒരു രൈം പാടുക. അപ്പൊ പുള്ളി ഒറ്റ ഗംഗേന്ന് പറഞ്ഞു മതിയോ ഇത് ചോദിച്ചു. അതൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളായിരുന്നു. അതൊക്കെ അതിന്റെ ഒരു, അത് പറഞ്ഞിട്ട് തന്നെ എനിക്കൊരു എനർജി തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ കുറെ കാലമായിട്ട് ഇത് തന്നെയല്ലേ കേൾക്കുന്നുള്ളൂ. അതിന്റെ മോനെ നിട്ടേച്ച് കൂടെ ഈ ഏറ്റവും പരാജയിതന്മാരുടെ ഒരു ഡയലോഗാണ്, ഇവൻ ഏതാ. AR റഹ്മാന്റെ ഒരു പോസ്റ്റ് വന്നിട്ട് AR റഹ്മാൻ പറഞ്ഞ എന്താ ഫോട്ടോ എടുക്കുന്നത് എന്താ ഇതൊക്കെ ഇവൻ ഏതാന്ന്, അതും ഇതൊക്കെ പറയാന്ന് പറഞ്ഞാൽ പോലും ഉണ്ട്, ഇതൊക്കെ പറയാറായില്ല എന്ന്. ഇവൻ ഏതാന്ന് വെറുതെ, ഇതാരാ, അവന്റെ ആ സുഖമാ അത്. അതാ പറയുന്നത്. അതൊക്കെ കേട്ട് ആ കാര്യം എന്നാ വെച്ചാൽ അങ്ങനെയുള്ളവന്മാരാ അപകർഷതാബോധം കൊണ്ട് അധപ്പതിച്ചു പോയവന്മാരാ. അവര് വരുമ്പോൾ നമുക്കും കൂടെ അതിന്റെ ആ ഇതാകുക, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇവരോടും പറഞ്ഞ ഈ കമന്റും കാര്യങ്ങളും നോക്കരുത്. കഴിവ് നമുക്കങ്ങ് ചൊറിഞ്ഞു വരും, എന്നാലും നോക്കാതിരിക്കുക എന്നുള്ള കഴിവതും. നമ്മൾ ഈ ഇതിൽ പോകാതിരിക്കുക, ഇതുപോലത്തെ നെഗറ്റീവ് പരാജയപ്പെട്ടവന്മാരുടെ കൂടെ. എന്തായാലും നമ്മൾ സംസാരിച്ചു പോവുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഇങ്ങനെ എന്തേലും പറയാനുണ്ടോ? ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന്, ഒത്തിരി തിരക്കിന്റെ ഇടയിൽ നിന്നാണ് വിളിച്ചുകൊണ്ട് വന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതുപോലെ വന്ന് പ്രേക്ഷകരുമായിട്ട് സംസാരിക്കാൻ കിട്ടുന്ന, ഇടപെടാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഒറ്റ അപേക്ഷയേ ഉള്ളൂ, നിങ്ങളില്ലെങ്കിൽ, പ്രേക്ഷകരില്ലെങ്കിൽ ഞാനൊരു മിമിക്രി കാണിച്ചിട്ടോ സിനിമയിൽ അഭിനയിച്ചിട്ടോ ഒരു കാര്യമില്ല. ഞാൻ ഏതെങ്കിലും ബാത്റൂമിലിരുന്ന് പാട്ട് പാടുന്ന പോലെ ഇരിക്കും നിങ്ങളില്ലെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നെഗറ്റീവ് അടിച്ച് തമ്മിത്തല്ലി പോകാതെ ആരോഗ്യവാന്മാരായിട്ടിരിക്കുക. ഞങ്ങൾക്കൊക്കെ ജീവിതമാർഗം നിങ്ങളുടെ സ്നേഹമാണ്. നന്ദി.